വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ മുമ്പിലുള്ള മാഷ്മെലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ സ്ട്രോബെറി ഉണ്ട്, ജംസ് ഉണ്ട്, പിന്നെ ബ്ലൂ കളറിലുള്ള ജെല്ലി കാൻഡീസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പേര് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ കളർഫുൾ ക്യാൻഡീന്ന് പേരിട്ട് ഇത് കൽക്കണ്ട. അപ്പൊ നമ്മൾ ഈ കാൻഡീസ് ഒക്കെ കഴിക്കാൻ പോകുന്നത് ഇതേ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാട്ടോ. ആദ്യമായിട്ട് കാണാണ് ഈ ചോപ്സ്റ്റിക്ക്. പിന്നെ ഇത് വാങ്ങി വെച്ചിട്ട് ക്യാമറമാൻ നമുക്ക് ഇപ്പോഴാണ് കയ്യിൽ തരുന്നത്. അത് വെച്ച് പഠിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങളെ കാണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കാണിച്ചു തന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നല്ല ഫണ്ണായിരിക്കും കേട്ടോ അതൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാൻഡീസ് ഒക്കെ വെച്ചിട്ടുള്ള റൗണ്ട് വൈസ് ആണ്. 6 റൗണ്ട് ആയിരിക്കും. അതിൽ ഫസ്റ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് മാഷ്മെല്ലോ ആണുള്ളത്. അപ്പോൾ ചോപ്സ്റ്റിക് കൊണ്ട് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രോബെറി ക്യാൻഡി വെച്ചു. ജംസ് ഇത് കുറച്ച് ഗ്ലേസിംഗ് ഉള്ളതുകൊണ്ട് ജംസ് വെച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ടൈനി ആയിട്ടുള്ള സാധനം കൽക്കണ്ടാണ് വെച്ചത്. അപ്പൊ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണെങ്കിലും കഴിച്ചാൽ ഭാഗ്യം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ റൗണ്ട് എങ്ങനെ പോകുന്നത് വെച്ചാല് ഇത് ഓരോരുത്തർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ വീതിച്ചു കൊടുക്കും. 1 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക. ആ 1 മിനിറ്റിനുള്ളിൽ ഈ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആരാണോ കഴിക്കുന്നത് അയാളായിരിക്കും ആ റൗണ്ടിലെ വിന്നർ. അപ്പൊ നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പൊ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് കിട്ടും. അതിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഉള്ളത് മാഷ്മെല്ലോ ആണ്. അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ക്യാമറാമാൻ ആണ് ഡിവൈഡ് ചെയ്ത് തരാം. പക്ഷേ അത് ക്യാമറമാൻ ചോപ്സ്റ്റിക് കൊണ്ട് ഡിവൈഡ് ചെയ്തേ പറ്റൂ. ചോപ്സ്റ്റിക്ക് യൂസ് ഞങ്ങൾക്ക് ഒരു ചലഞ്ച് ക്യാമറാമാൻ തന്നതാണ്. അപ്പൊ ഇത് ക്യാമറാമാൻ ഞങ്ങൾക്ക് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഡിവൈഡ് ചെയ്തത്. ആ ചോപ്സ്റ്റിക് വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് തരുന്നു അതുപോലെ ഇരിക്കും ഞങ്ങള് വീഡിയോ. ക്യാമറ വേണമെങ്കിൽ ഞങ്ങൾ പിടിക്കുക. ഇപ്പൊ തൽക്കാലം അല്ല ക്യാമറ ഞങ്ങൾ പിടിക്കാൻ കൊണ്ടാ. ക്യാമറാമാനെ പ്രതീക്ഷിക്കുന്ന മാഷ്മെല്ലോല ഒതുങ്ങുന്നു, ബാക്കി എല്ലാം അതുപോലെ ഉണ്ട്. പോർക്കല്ല, അത് നേരെ പിടിക്കാൻ പോലും അറിയില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഈ ക്യാമറാമാന്റെ കീഴിലല്ല ഞങ്ങൾക്ക്, അപ്പൊ ഞങ്ങൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള മാഷ്മെല്ലോ അതാ നമുക്ക് ഈക്വൽ ആയിട്ട് 20-20-20 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ചോപ്സ്റ്റിക്ക് ഏകദേശം ഒന്ന് കൈ പിടിച്ചിട്ടുണ്ട്. അത് ഒരു എട്ടും പിടിക്കുന്നില്ല, അത് എങ്ങനെ പിടിക്കും. അപ്പൊ നമുക്ക് ഇനി 1 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യാം. ടൈമറിനുള്ളിൽ എത്രത്തോളം നമ്മൾ കഴിക്കുന്നത് നോക്കാം. നമ്മളതാ 1 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ കുത്തി. എളുപ്പം. അയ്യോ എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ലേ. ഇതെന്താ ഇവർക്ക് മുന്നേ കണ്ട് ശീലമുണ്ടോ? ഓരോന്നും എടുത്ത് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ശ്രീ ഏതൊക്കെ കൊറിയൻ ഡ്രാമ ഒക്കെ കണ്ടിട്ട് പഠിച്ചിരിക്കാന്നാണ്. മാഷ്മെല്ലോ നല്ല എടുക്കണം. ബാക്കിയാണെങ്കിൽ കുടുങ്ങാൻ പോകുന്നത്. ക്ലോസ് ആയിട്ടല്ലോ പിടിക്കാം. നേരെ പിടിക്കുന്നത് നേരെ പിടിച്ച് എടുത്തപ്പോ ക്രോസ് ആയിപ്പോയി. ഓളെ കുത്തിയിലൊക്കെ എടുക്കുന്നത്. അവൻ കുത്തിയെടുക്കാൻ പറ്റില്ല. ആര് ആ വിഷമാണ്. ഇത്ര വേട്ടം തീർന്നോ? എവിടെ ക്യാൻസൽ എത്ര വേട്ടം ഞാനാണെങ്കിൽ തോറ്റത്. എനിക്ക് 1 മിനിറ്റ് സമയത്തിന്റെ മറന്നുപോയി. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓളെ ചോദിച്ചാൽ ആദ്യം തിന്ന് തീരണം. ഞാൻ എത്ര എണ്ണം കഴിച്ചേ? 1, 2, 3, 4, 12 എണ്ണം തന്നാലും ബാക്കി 8 എണ്ണം ഞാൻ 7 എണ്ണം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുണ്ട്. ഞാന് കഴിച്ചത് 11 എണ്ണാണ്, ബാക്കി 9 എണ്ണാണ് ബാക്കിയുള്ള. എളുപ്പത്തിലുള്ളത് ഇത് ജയിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ തോറ്റത് ഞാൻ ആദ്യം ഉറപ്പിച്ചതാ. കാരണം എനിക്ക് കിട്ടുന്നില്ല. മറന്നുകൊണ്ടാ ടൈമർ. ഈ സാധനം വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പിടിക്കുന്നത് നോക്കിട്ട് ഞാനത് നോക്കിയിരിക്കും. 1 മിനിറ്റ് സമയത്തിന് എനിക്ക് മറന്നുപോയി. ഞാനിതിങ്ങനെ നേരെ പിടിക്കുന്നു, വളഞ്ഞു പോകുന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കഴിക്കാൻ അങ്ങനെ നോക്കിക്കൊണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് ഞാനാണ് ജയിച്ചത്. ഇനി അടുത്തതുള്ളത് സ്ട്രോബെറി ക്യാൻഡി ആണ് കേട്ടോ. സെക്കൻഡ് റൗണ്ട് ഞാൻ പൊളിക്കും. പക്ഷെ ഈ ക്യാൻഡിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. പിന്നെ ഈ ഗെയിമിൽ ജയിക്കുന്ന ആൾക്കുള്ള ഗിഫ്റ്റ് എന്താന്നുള്ളത് അത് നിങ്ങളായിരിക്കും തീരുമാനിക്കുക. നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റുകൾ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് ആ
ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായിരിക്കും ഗിഫ്റ്റ് എന്നുള്ള എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാം. സെക്കൻഡ് റൗണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോബെറി ക്യാൻഡി ആണ്. അപ്പൊ സ്ട്രോബെറി ക്യാൻഡി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിൽ സ്ട്രോബെറി ക്യാൻഡി നമ്മൾ 20 എണ്ണം മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ ഞാൻ പിടിച്ചിട്ടില്ലേ. അയ്യോ ഇത് കിട്ടുന്നില്ല. നല്ല കൂളിംഗ് ആട്ടോ. അയ്യോ എൻ്റെ നാലെണ്ണം കിട്ടി guys. 8 എണ്ണം കിട്ടി. വായന്ന് പക്ഷെ ഇതാവില്ല. അങ്ങനെ അഞ്ചാമത്തെ എങ്ങനെയൊക്കെ കിട്ടി. ഞാൻ എത്ര തിന്നു ഐഡിയ ഇല്ല. 5 വർത്താനം പറഞ്ഞപ്പോൾ പിടിക്കണ്ട പറഞ്ഞു. കഴിഞ്ഞു. ഞാൻ 5 എണ്ണം ആട്ടോ തിന്നത്. ഞാൻ 10 എണ്ണം. 11 എണ്ണം ബാക്കിയുണ്ട്. അപ്പൊ 9. 9 ഉണ്ടാവും. ഇവിടെ വാരി വലിച്ച് തിന്നുന്ന കാണുമ്പോ വിചാരിക്കും എത്രയോ തിന്നിട്ടുണ്ട് എന്നിട്ടോ. ഞാനിങ്ങനെ നോക്കുന്നത് സൈഡിൽ നോക്കുന്ന ഇങ്ങനെ തിന്നുന്ന കാണുന്നുണ്ട്. പക്ഷെ അടുത്ത റൗണ്ട് നല്ല ടഫാണ് കേട്ടോ. ജംസാ വരുന്നത്. ഇത് നമ്മള് ചോപ്സ്റ്റിക്കിൽ ഒന്നും നിൽക്കൂല. ഇങ്ങനെ സ്ലിപ്പായി കളിക്കും. പുറത്ത് നല്ല മിനുസുള്ള സാധനമല്ലേ, അപ്പൊ ചോപ്സ്റ്റിക് കൊണ്ട് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ അടുത്ത റൗണ്ടിൽ ആൾ ജയിക്കുന്നതാണ്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് അപ്പൊ നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. തേർഡ് റൗണ്ടിൽ നമുക്കുള്ളത് ജംസ് ആണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 എണ്ണ കേട്ടോ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ടൈമർ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 3, 2, 1 സ്റ്റാർട്ട്. വിടില്ല ഞാൻ. അയ്യോ ഒന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത് ജംസ് ഒരു പണിയാണ്. പണിയെന്താ കയ്യിൽ വരാത്തെ? കിട്ടി. അയ്യോ പോയേ. അതെടുത്ത് അതിലേക്ക് ഇടണോ? കിട്ടി. ചോപ്സ്റ്റിക് ഒക്കെ വെച്ച് കഴിക്കുന്ന സമ്മതിക്കണം. ശ്രീയത്താണത് ഓരോന്ന് വീതിട്ട് കഴിക്കാൻ പറ്റും. 21 സെക്കൻഡ് ബാക്കിയുള്ളൂ. 21 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഇവളെ ഒറ്റയ്ക്ക് പറഞ്ഞ് പേടിക്കുക. ഇതെങ്ങനെ അമരുന്നില്ല ഗൈസ്. അങ്ങനെ ആണല്ലോ ജംസന്നെ വാങ്ങിക്കൊണ്ടത്. ഓടി കളിക്കുന്നു. കൈയും കാലുള്ള ജംസാണോ വാങ്ങിക്കൊണ്ടേ? കഴിഞ്ഞടാ കയ്യോ ഇല്ല ഇത് നാണക്കേടാ. ഒന്നും ആവുന്നില്ല. ഒറ്റ എണ്ണമാണ് അടുത്തത്. ഞാൻ 2 എണ്ണം. ഇതെണ്ണോ 9. ഇവിടെ ജനിച്ചതല്ല ഗൈസ്. ഇവിടെ ജനിച്ചാൽ ഞാൻ അമ്മേനെ കഴിച്ചു. ഞാൻ എല്ലാ റൗണ്ടിലും വിചാരിക്കും ഇപ്പൊ ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചു, ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചത്. പക്ഷെ ഈ റൗണ്ടിൽ ശരിക്കും ഞാൻ ജയിച്ചു. ഞാൻ വെറും 2 രണ്ടാളും കൂടി 3 കഴിച്ചു. ഇനി റൗണ്ട്സ് കൂടുന്നതിനനുസരിച്ച് ഭയങ്കര ടഫായിട്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കും എനിക്ക് ഒരു കാര്യം. ഇതിങ്ങനെ ഒലിഞ്ഞ് കളിക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല. ഇത് പിന്നെ ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. എന്നാലും ഇത് ഉരുണ്ട ഒരു സാധനം. ഉരുണ്ടതായോണ്ട് നല്ല മിനുസുണ്ട്. പുറത്ത് നല്ല മിനുസുണ്ട്. അതിലൂടെ കിട്ടാൻ ഭയങ്കര അപ്പൊ നമ്മള് ഇത് മുതൽ ഇനി വരുന്ന റൗണ്ട് മുതൽ നമ്മൾ 1.5 മിനിറ്റ് സമയം വെക്കാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമയം. ഞാൻ കാക്കന്റെ പിന്നാലെ എന്തെങ്കിലും ഒന്നും നടക്കുന്നുണ്ട്. ഇത് പൊട്ടിച്ചിരക്കി കഴിക്കാൻ വേണ്ടി തന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കഴിക്കാൻ പോകാം. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പൊ നമ്മള് 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. നമ്മൾ 1.5 മിനിറ്റ് ടൈമർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 റെഡി അല്ലേ? 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ നമുക്ക് കിട്ടി. അയ്യോ കിട്ടിയില്ല. കിട്ടിയില്ല. ശ്രീ ഇതെന്താ ചെയ്യുന്നത്? എനിക്കൊരു പിടി കിട്ടുന്നില്ല. ശ്രീ ആ 30 എണ്ണം തീർത്തിട്ട് വേറെയും ചോദിക്കുന്ന തോന്നുന്നു. കോൺസെൻട്രേഷൻ പോടും. അയ്യോ പോയി
ഇതിന്റെ ഒന്ന് താഴ്ത്തു കഴിഞ്ഞ എനിക്ക് ആ നൂഡിൽസ് ഒക്കെ കിട്ടുന്നത് എന്താണ്ടായിരിക്കും രണ്ടെണ്ണം നിലത്തുപോയി ഇത് ചീത്ത മനസ്സിലല്ല മുണ്ടാൻ പറ്റുന്നുണ്ട് രണ്ടെണ്ണം എന്റെ നിലത്തുപോയിണ്ട് ആ രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ 13 കഴിച്ചത് ബാക്കി 17 ഇതിലുണ്ട്. ഞാൻ കഴിച്ചത് 23 ബാക്കി 7 അതിലുണ്ട്. ഇതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രീ 27 കഴിച്ചു ബാക്കി 3 അതിലുണ്ട്. കണ്ണ് തട്ടാതിരിക്കാൻ ആ പ്ലേറ്റിലുള്ള വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 റൗണ്ടില് ശ്രീയാണ് കഴിച്ചിട്ടുള്ളത്. ഈ 2 റൗണ്ടില് 5 ആണ്. ഈ 2 റൗണ്ടില് ജയിക്കാൻ പോകുന്നത് ഞാനാണ്. നമുക്ക് കണ്ടറിയണം കോശി, അതാണ് സംഭവം. അപ്പൊ ഇനി നമുക്ക് 5th റൗണ്ടിലേക്ക് കടക്കാം. 5th റൗണ്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കര ചെറുതാട്ടോ. ഇതില് സ്ട്രോബെറി ഉണ്ട്, ചന്ദ്രൻ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, നക്ഷത്രം ഉണ്ട്, അതും ഹാർട്ട് തന്നെ. അങ്ങനെ കുറെ ഷേപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഷേപ്പും ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് കാരണം ഓരോ ഷേപ്പിനും ഓരോ രീതിയിലേക്ക് കിട്ടാം. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ക്യാമറാമാനെ കുറച്ച് ടഫ് ആയിരിക്കും പ്രശ്നം. അപ്പൊ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ 30 കളർ ക്യാൻഡി ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ ഷേപ്പാണ്. 4 ഷേപ്പുകളാണ് ഉള്ളത്. അതിൽ 9 സ്റ്റാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചന്ദ്രൻ എത്ര ചന്ദ്രൻ 7 എണ്ണം, അങ്ങനെ പറഞ്ഞാൽ സ്ട്രോബെറി 6-7 എണ്ണം, ഹൃദയം 7 എണ്ണം. അത് 7 എണ്ണം. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഭയങ്കര കുഞ്ഞി, അത് കാണിച്ചു കൊടുക്കും. ഓരോന്ന് എത്ര ടൈനി ആയിട്ടുള്ളതാണ്. സ്റ്റാർ ഒക്കെ കണ്ടാൽ പിടിക്കാൻ തന്നെ കിട്ടില്ല. അപ്പൊ സ്റ്റാർ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങള് ഓരോരുത്തർക്കും 9 ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. ഇതിന്റെ പുറകെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നാക്ക് പോകും. കിട്ടി എല്ലാ ഷേപ്പുകളൊന്നും കഴിക്കണം കേട്ടോ. ഷാമി ഇങ്ങനെയാ പിടിക്കണല്ലേ. ഇത് കിട്ടി. ഏതെങ്കിലും ഒന്ന് കിട്ടും. കിട്ടി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. രണ്ട് കൈ കൊണ്ട് പറ്റൂല. ഷേപ്പ് റെഡി ആക്കി. 2 കൈ കൊണ്ടൊന്നും പറ്റൂല. പരന്ന പാത്രം തന്നെ. ഇത് പാത്രത്തിന്റെ മുകളിൽ തട്ടിക്കൊണ്ട് ഇനി 24 സെക്കൻഡും കൂടെ ഉള്ളൂ. കിട്ടി. പോയി കണ്ണിട്ട് തടി കിട്ടി പോയി. ഇടയ്ക്ക് ഒരു നേർക്ക് കിട്ടും. അതിന് ശേഷം ദേ പോകും. ഇവിടെയാണ് കൈ പിടിക്കേണ്ടത്. ഞാൻ എത്ര എണ്ണം തിന്നു എനിക്കറിയില്ല. ഞാനും 5 തമ്മിലാണ് മത്സരം. 1 2 3 4 5 6 7 8 9 10 11 എണ്ണം. ബാക്കി ഞാൻ 19 എണ്ണം കഴിച്ചിട്ടുണ്ട്. ഞാൻ 17 എണ്ണമാണ് കേട്ടോ കഴിച്ചത്. ബാക്കി ഇത്രയേ ഉള്ളൂ. ചെറിയ വ്യത്യാസമുള്ളൂ. ഞാനും ചെയ്തത്. ആർക്കും അറിയണ്ടെന്ന് തോന്നുന്നു. എന്നോട് ചോദിച്ചില്ല എത്ര കഴിച്ചത്. അത് ഞങ്ങൾ തമ്മിലാണ് ഇപ്പൊ കോമ്പറ്റീഷൻ. അതിന് നടുവിൽ ഇരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ്. 3 4 എണ്ണം കഴിച്ചു.
എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. ഇവരെ ഇന്നെ കൂട്ടാതെ മുന്നേ ചൈനീസ് റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബലമായ സംശയം. ഇളിഞ്ഞാൽ എന്തും പറയാം. അവിടെ അങ്ങനത്തെ ഒരു കാര്യമാണ്, തോറ്റ് ഇളിയാന്ന് പറയുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും. ഇതുവരെയുള്ള 5 റൗണ്ടിലും ഷാമി ജയിച്ചു. ലാസ്റ്റ് ആണ് ഉള്ളൂ, വേറെ ഒന്നല്ല പറയാനുള്ളത്. പിന്നെ 5 ആണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അടുത്തതില് ശ്രീ ജയിച്ചാൽ മാത്രമേ ശ്രീക്ക് കിട്ടുള്ളൂ കേട്ടോ. ഡ്രോ ആവും, ഞങ്ങളെ ഡ്രോ ആവും. അപ്പൊ നമുക്ക് അടുത്തത് ഇനി കൽക്കട്ടത്തിന്റെ റൗണ്ടിലേക്ക് പോവാം. ഇതിന്ന് ഒരു 50 കൽക്കണ്ട എണ്ണി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടി ഒന്നുമില്ല. കോമഡിയാണ് കളിച്ചത് കൽക്കണ്ടത്. 1 2 3 4 എണ്ണടി 9 10 30. അപ്പൊ നമ്മൾ 50 കൽക്കണ്ടം ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. 50 എണ്ണാട്ടത്. 50 എണ്ണം ഇത്രയേ ഉള്ളൂ കാണാൻ. പറഞ്ഞോ. സ്റ്റാർട്ട് ചെയ്യാം. 2 1 set. അയ്യോ ഒന്ന് കിട്ടി. കിട്ടുന്നുണ്ട്. പല്ലില് കുത്തിപ്പോയി. ഓ ഇതൊക്കെ താഴെയൊക്കെ പോന്ന്. ഷാമി കൽക്കണ്ടത്തിന് പിന്നാലെ വടി കൊണ്ട് ഓടുന്നുണ്ട്. ഒന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിടിക്കേണ്ടത് വന്നതല്ല. ഇത് വെച്ച് ഇവരൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് അറിയൂല. നിന്റെ അടുത്തേക്കൊക്കെ പോന്നു പോയിട്ട് അവിടെ നിന്ന് കൊണ്ടിട്ട് ആരൊക്കെ ബ്ലഡിലേക്ക് കുറച്ച് എണ്ണം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ടൈം കഴിഞ്ഞ് 5 ഇതിനും ജയിച്ചു തോന്നുന്നു. അപ്പൊ ഞാൻ 7 കേട്ടോ കഴിച്ചത്. ഞാൻ 6 റൗണ്ടിലും വിജയകരമായി പൊട്ടിയിരിക്കുന്നു. ഞാൻ 15 കഴിച്ചത്. പക്ഷെ ഈ റൗണ്ടിൽ ജയിച്ചത് 5 തന്നെയാണ്. 23 എണ്ണം ഞാൻ കഴിച്ച്. അപ്പൊ ഈ 6 റൗണ്ടില് ഞാൻ 4 റൗണ്ട്. 4 റൗണ്ടില് ജയിച്ചു. 2 റൗണ്ട്. ഞാൻ 2 റൗണ്ട്. അപ്പൊ എനിക്കുള്ള നല്ല നല്ല ഗിഫ്റ്റുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഗിഫ്റ്റ്, കുഞ്ഞു ഗിഫ്റ്റ് മതി പക്ഷെ നല്ല ഗിഫ്റ്റ്. അപ്പൊ അത് ഇവര് വാങ്ങിച്ചു തരണം. അപ്പൊ പണിഷ്മെന്റ് അല്ല കേട്ടോ, പറഞ്ഞ ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് മറക്കാതെ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamia. This is Sanjita. Signing off.